ഇറാനുള്ളിൽ വെച്ച് ഹമാസിന്റെ വളരെ പ്രധാനപ്പെട്ട വ്യക്തി കൊല്ലപ്പെട്ടതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ഇറാനുള്ളിൽ തന്നെ പൊങ്ങി വരാൻ തുടങ്ങി. ഇപ്പോൾ ഇറാന്റെ സുപ്രീം ലീഡർ അലി ഖമേനിയുടെ സപ്പോർട്ടേഴ്സ് തന്നെ കുറെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഇസ്രായേലിന്റെ ആക്രമണം നടക്കുന്നത് വരെ ഇറാൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഇറാന് പ്രത്യേകം രഹസ്യാന്വേഷണ ഏജൻസി ഉണ്ടല്ലോ. ഇറാന്റെ സെക്യൂരിറ്റി ഫോഴ്സസ് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? നമ്മുടെ വീടിനുള്ളിൽ കയറി ഒരാൾ നമ്മുടെ ബന്ധുവിനെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വന്ന ഗസ്റ്റിനെ കൊല്ലുന്ന രീതിയിൽ അവർക്ക് എങ്ങനെ സമയം കിട്ടിയെന്ന് ഇറാനുള്ളിൽ തന്നെ ഒരുപാട് ചോദ്യങ്ങളും പ്രശ്നങ്ങളും ഉയർന്നു വരുന്ന സമയത്ത് ഇറാൻ ഇപ്പോൾ ചുവന്ന കൊടി അവരുടെ പ്രധാനപ്പെട്ട മസൂദികളിൽ ഉയർത്താൻ തുടങ്ങി. ഈ ചുവന്ന കൊടി എന്നത് ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട സംഭവത്തെ കാണിക്കാനാണ്. ഇറാൻ എങ്ങനെ പ്രതികാരം ചെയ്യാൻ പോകുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയായി ഇത് മാറുന്നു. അമേരിക്കയുടെ പങ്ക് ഇതിലുണ്ട്. അമേരിക്കയുടെ സഹായമില്ലാതെ ഇസ്രായേലിന് ഇത് ചെയ്യാൻ സാധിക്കില്ല എന്ന് ഇസ്രായേൽ ചെയ്ത ഈ ആക്രമണത്തിൽ അമേരിക്കയും ബന്ധപ്പെടുത്തി ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേസമയം ഞങ്ങളുടെ പ്രതികാര നടപടി എന്നത് തുടങ്ങിയിട്ടുണ്ട്. ഈ സ്ഥലത്ത് ഹമാസോ ഹിസ്ബുള്ളയോ ആര് തിരിച്ചടിച്ചാലും ഇല്ലെങ്കിലും ഈ സംഭവത്തിന് നേരിട്ട് ഞങ്ങൾ തന്നെ പ്രതികാരം ചെയ്യുമെന്ന് UNOയിൽ ഇറാൻ ഒരു വലിയ ശപഥം എടുത്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. മറ്റു പല കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. ഹമാസിന്റെ നേതാവ് കൊല്ലപ്പെടുന്നതിന് ചില മണിക്കൂറുകൾക്ക് മുൻപ്, ശരിയായി പറഞ്ഞാൽ 2.5 മണിക്കൂറുകൾക്ക് മുൻപാണ് ഇറാന്റെ സുപ്രീം ലീഡർ അലി ഖമേനിയുമായി വളരെ പ്രധാനപ്പെട്ട ചർച്ചയിൽ പങ്കെടുത്തു. ഈ ചർച്ച അവസാനിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഗസ്റ്റ് ഹൗസിലേക്ക് പോയത്. ആ ഗസ്റ്റ് ഹൗസിൽ പോയ അടുത്ത 40-ാം മിനിറ്റിൽ ഇദ്ദേഹത്തിന് നേരെ ആ ആക്രമണം നടത്തി. ഈ ഒരു സമയക്രമം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹത്തിന്റെ മീറ്റിംഗ് അവസാനിച്ച് ഗസ്റ്റ് ഹൗസിൽ വരുന്നത് വരെയും എല്ലാ വിവരങ്ങളും ഇസ്രായേലിന് അപ്പപ്പോൾ കിട്ടിക്കൊണ്ടിരുന്നിട്ടുണ്ട്. ഇദ്ദേഹം ഈ സ്ഥലത്തുണ്ട്, അടുത്ത ചില മണിക്കൂറിൽ വീട്ടിലേക്ക് വരും, ഈ റൂമിലാണ് വരുന്നത്, ഈ സമയത്ത് ആക്രമിച്ചാൽ കൊല്ലാം, ഇങ്ങനെയെല്ലാം. കാരണം ആ ഗസ്റ്റ് ഹൗസിൽ വന്ന് മണിക്കൂറുകൾ കഴിഞ്ഞാണ് ഇങ്ങനൊരു സംഭവം നടന്നതെങ്കിൽ നമുക്ക് പറയാം ഈ സ്ഥലത്ത് ഇൻഫോർമേഷൻ കിട്ടാൻ ഒരു കാലതാമസം വന്നു എന്ന്. എന്നാൽ അകത്തേക്ക് വന്ന് 1 മണിക്കൂറിനുള്ളിൽ തന്നെ അദ്ദേഹമുള്ള മുറിയിൽ ആക്രമണം നടത്തിയതിലൂടെ ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസി ഇറാനുള്ളിൽ എത്രത്തോളം നുഴഞ്ഞു കയറി എന്നുള്ളത് വ്യക്തമായി കാണിക്കുന്നുണ്ട്. അടുത്തിടെ പോലും ഒരു 3 ആഴ്ചകൾക്ക് മുൻപ് പോലും ഇറാനെ കുറിച്ച് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. 79 മൊസാദിന്റെ ചാരന്മാർ അവരുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ കണ്ടുപിടിച്ചു, എത്രയും പെട്ടെന്ന് അവരെ അറസ്റ്റ് ചെയ്യും. 140-ൽ കൂടുതൽ മൊസാദിന്റെ ചാരപ്രവർത്തികൾ ഇറാനിൽ ഞങ്ങൾ തടഞ്ഞു എന്ന് ഇറാൻ തന്നെ പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇറാനെ സംബന്ധിച്ച് മൊസാദ് ചാരന്മാർ കൂടുതൽ നുഴഞ്ഞു കയറുന്ന ഒരു നാടായി ഇറാൻ മാറിയിട്ടുണ്ട്. നമുക്കിതിനെ മറ്റൊരു രീതിയിലും പറയാം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചാരന്മാരുള്ള ഒരു രാജ്യമായി ഇറാൻ മാറിയിട്ടുണ്ട്. ഈ ഒരു സംഭവം നടന്നതിനു ശേഷം UNOയിൽ ഇറാൻ ഒരു കാര്യം പറഞ്ഞു. ഇറാന്റെ മണ്ണിൽ ഈ ആക്രമണം നടത്തി. ഇതിനു മുൻപ് മറ്റു നാടുകളിൽ സിറിയ, ഇറാഖ് ഈ നാടുകളിൽ നടത്തിയ ആക്രമണം പോലും ഞങ്ങൾക്ക് എതിരായ ഒരു ആക്രമണമായി ഞങ്ങൾ കണ്ടാൽ കൂടിയും നേരിട്ട് ആ ഒരു ആക്രമണം ഇറാന്റെ മണ്ണിൽ നടത്തിയില്ല. എന്നാൽ ഞങ്ങളുടെ ഒരു ബന്ധുവായി, ഞങ്ങളുടെ നാട്ടിലേക്ക് വന്ന ഒരു ഗസ്റ്റായി അദ്ദേഹത്തെ ഞങ്ങൾ കണ്ടു. കാരണം ഇറാന്റെ പുതിയ പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെട്ടു. അതിന്റെ പ്രസിഡൻഷ്യൽ ഫംഗ്ഷന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം ഇറാനിലേക്ക് തിരികെ വന്നത്. അതിന് മുൻപ് വരെയും ഖത്തറിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന ഒരു ബന്ധുവിനെ, ഞങ്ങളുടെ ഗസ്റ്റിനെ നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വെച്ച് തന്നെ കൊന്നു. ഇവയ്ക്കെല്ലാം ശരിയായ മറുപടി ഞങ്ങൾ തരാതെ വിടില്ല. ഒരു കാര്യം UNOയിൽ ഞങ്ങൾ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഇസ്രായേലിന് പോയ തവണ ഞങ്ങൾ നൽകിയതിനെക്കാട്ടിലും, അതായത് 150 റോക്കറ്റ്സ്, 350-ൽ കൂടുതൽ പ്രൊജക്ടൈൽസ് ഉപയോഗിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇസ്രായേലിൽ ഒരു വലിയ ആക്രമണം നടത്തി. അതിനെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇതിനേക്കാൾ വലിയ മോശമായ ഒരു ആക്രമണത്തിന് ഇസ്രായേൽ തയ്യാറായിരിക്കുക. ഇത്തവണ ഞങ്ങളുടെ പ്രതികാരം എന്നത് ഇസ്രായേലിന് ഒരിക്കലും മറക്കാൻ കഴിയില്ല. എന്തിന്? ചരിത്രത്തിൽ നിന്ന് പോലും അതിനെ വെട്ടിമാറ്റാൻ കഴിയാത്തത്ര ശക്തിയുള്ളതായിരിക്കും. ഈ സമയം ഇറാൻ മുഴുവനും പടർന്നു വരുന്ന പല ചോദ്യങ്ങൾ, നമ്മൾ എന്തുകൊണ്ട് ഇതുവരെയും അണുവായുധം നിർമ്മിച്ചില്ല? നമ്മുടെ പക്കൽ അണുവായുധം ഉണ്ടായിരുന്നെങ്കിൽ ഇസ്രായേൽ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. എത്രയും പെട്ടെന്ന് ഇറാൻ അണുവായുധം നിർമ്മിച്ചാൽ മാത്രമേ ലോകത്തിൽ ഇറാൻ എന്ന നാടിന് സമാധാനമായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോ ഇറാൻ അണുവായുധം നിർമ്മിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇറാന് അണുവായുധം നിർമ്മിക്കുന്നതിൽ കാലതാമസം ഉണ്ടായാൽ ഇസ്രായേൽ ഇങ്ങനെയല്ല, ഇതിലും കൂടുതൽ സംഭവങ്ങൾ ചെയ്യും. അടുത്തതായി അവരുടെ ലക്ഷ്യമെന്നത് ഇറാന്റെ പുതിയ പ്രസിഡന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇറാന്റെ സുപ്രീം ലീഡർ ആയിരിക്കാം. അവരിൽ ഒരു ആക്രമണം നടത്തിയാൽ പോലും നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ വീണ്ടും ഇതുപോലെ സംസാരിച്ചു കൊണ്ടിരിക്കുമെന്ന് ഇറാനുള്ളിൽ തന്നെ പല ചോദ്യങ്ങളും വിമർശനങ്ങളും ഉയർന്നു വന്നു. ഈ പറയുന്നതൊന്നും മറ്റു നാടുകളിൽ നടക്കുന്നില്ല. കാരണം അവർ പറയുന്ന കാര്യങ്ങളിൽ ചില സത്യങ്ങളുമുണ്ട്. അത് നമ്മൾ സമ്മതിച്ചേ പറ്റൂ. കാരണം ഇറാനുള്ളിൽ കയറി ഇങ്ങനെ ഒരു ആക്രമണം നടത്താം എന്നുള്ളപ്പോൾ ഇറാന്റെ സെക്യൂരിറ്റി ഫോഴ്സസ് അല്ലെങ്കിൽ ഇറാന്റെ സെക്യൂരിറ്റിയിൽ ആ ഒരു സ്ഥലത്ത് വലിയൊരു പോരായ്മ സംഭവിച്ചിട്ടുണ്ട്.
ഇപ്പൊ കൊല്ലപ്പെട്ട ഹമാസിന്റെ നേതാവ് അദ്ദേഹത്തിന്റെ അവസാന ചടങ്ങ് ഇറാനിലും അദ്ദേഹത്തിന്റെ അവസാനഘട്ട ജാഥ ഇത് ഇറാഖിലും അവരുടെ മതമനുസരിച്ച് നടത്തുമെന്നും എല്ലാ ബഹുമതിയോടും കൂടി അദ്ദേഹത്തെ അടക്കം ചെയ്യുമെന്നും ഇറാൻ ഒരു അറിയിപ്പ് നൽകി. 3 ദിവസം ദുഃഖമാചരിക്കപ്പെടും. ഇപ്പോൾ ഈ ഒരു ആക്രമണം നടന്ന് അവസാനിച്ചു. ഇത് അവസാനിച്ചതിനു ശേഷം ഇറാൻ അവരുടെ ജംഗ്രാൻഡ് മോസ്കിന് മുകളിലായി ഒരു ചുവന്ന കൊടി ഉയർത്തി. ഈ ചുവന്ന കൊടി എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു റിവെഞ്ച്, ഒരു പ്രതികാര നടപടി. അവരുടെ നാട്ടിലെ ചില പോരാളികൾ കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെട്ട പോരാളികൾക്കായി ശരിയായ പ്രതികാര നടപടി തുടങ്ങാൻ പോകുന്നു. അല്ലെങ്കിൽ ആ പ്രതികാരം എന്നത് വളരെ ഭീകരമായ രീതിയിലായിരിക്കും എന്നതിന്റെ ഒരു സൂചനയാണ് ഈ ചുവന്ന കൊടി. ഇങ്ങനെ ഒരു കൊടി ഇപ്പോൾ ഉയർന്നു വന്നതുകൊണ്ട് ഇറാന്റെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്നാണ് ഇപ്പോൾ എല്ലാവരും ആകാംക്ഷയോടുകൂടി നോക്കുന്നത്. ഇറാന്റെ പ്രതികാര നടപടി എങ്ങനെ ഉണ്ടാകും, ഏത് രീതിയിൽ ഉണ്ടാകുമെന്ന്. ഇപ്പോൾ ഇസ്രായേലിന്റെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞത്, ഞങ്ങൾക്കും ഈ ആക്രമണത്തിനും യാതൊരു ബന്ധവുമില്ല. ബെയ്റൂട്ടിൽ ആക്രമണം നടത്തി, അത് ഞങ്ങൾ തന്നെയാണ് നടത്തിയത്, അതിനും ഞങ്ങൾക്കും ബന്ധമുണ്ട്. മസ്ജിദ് അൽ ഷംസിൽ നടത്തിയ ആക്രമണത്തിന് ആരാണ് ഉത്തരവാദിയായിരുന്നത്? അവരെ ഞങ്ങൾ ലക്ഷ്യം വെച്ച് ആക്രമിച്ചു, അതോടുകൂടി ഞങ്ങളുടെ ജോലി അവസാനിച്ചു. ഈ ഒരു ആക്രമണം ഞങ്ങൾ ചെയ്തില്ല. അതായത് ഇറാനിൽ നടന്ന ഈ ഒരു സംഭവത്തിനും ഞങ്ങൾക്കും യാതൊരു ബന്ധവുമില്ല. എന്നാൽ അത് ആര് ചെയ്താലും ലോകത്തിന് ആവശ്യമായി തന്നെയാണ് ചെയ്തത്. ലോകത്തിന്റെ സമാധാനം നശിപ്പിക്കുന്ന 1-2 വ്യക്തികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തുണ്ടായിരുന്ന വ്യക്തിയെ കൊന്നതുവഴി ലോകത്തിന്റെ സമാധാനത്തെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ എന്നല്ല, ആരത് ചെയ്താലും അവർ ചെയ്ത ആ പ്രവൃത്തി വളരെ ശരിയായ പ്രവൃത്തിയാണെന്ന് പറയുകയും ചെയ്തു. ഇപ്പോ അവർ ചെയ്തതല്ല, ആരത് ചെയ്താലും അത് നല്ലതാണ് എന്ന് ആ ഒരു സംഭവത്തെ പ്രശംസിച്ച് പറഞ്ഞു. എന്നാൽ ഇതിൽ ആരുടെ പങ്കുണ്ട്, ആരിത് ചെയ്തു എന്ന് ലോകത്തിലെല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് ഇസ്രായേൽ ആയാലും മറ്റു നാടുകളായാലും തുറന്നു പറയില്ല. ഇറാൻ പറഞ്ഞത്, അമേരിക്കയുടെ ഇന്റലിജൻസ് ഇൻപുട്ട് ഇല്ലാതെ ഇസ്രായേലിനെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കില്ല. അതിനാൽ അമേരിക്ക ഈ സ്ഥലത്ത് ഡയറക്റ്റ് ഇറാനെതിരെയുള്ള ഒരു യുദ്ധം തുടങ്ങി വെച്ചിട്ടുണ്ട്. പരോക്ഷമായി ഇസ്രായേലിനെ സഹായിക്കുന്നത് വഴിയെന്ന് നേരിട്ട് അമേരിക്കയിൽ ഒരുപാട് കുറ്റാരോപണം നടത്തി. ഈ കുറ്റാരോപണത്തെ അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറി പറഞ്ഞത്, അദ്ദേഹത്തിന്റെ മറുപടി എന്നത് അമേരിക്കയുടെ മറുപടിയാണ്. അദ്ദേഹം പറഞ്ഞത്, ഈ ഒരു യുദ്ധം ആരംഭിച്ചത് മുതൽ ഒക്ടോബർ 7-ാം തീയതി ഈ സംഭവങ്ങൾ നടന്നത് മുതൽ ഇസ്രായേലിനും മറ്റു നാടുകൾക്കും മധ്യകിഴക്കിൽ ഒരു പ്രശ്നം വരാതിരിക്കാനായി അമേരിക്ക ഒരുപാട് ശ്രദ്ധിച്ചു. ഞങ്ങൾ പ്രശ്നം തടയാനാണ് ശ്രമിക്കുന്നത്, അതല്ലാതെ ഇസ്രായേലിനെ മറ്റു നാടുകളുമായി യുദ്ധം ചെയ്യാനോ മറ്റു നാടുകളിൽ കയറി ആക്രമിക്കാനോ അനുവാദം നൽകിയിട്ടില്ല. ഞങ്ങളുടെ നിലപാട്, അമേരിക്കയുടെ നിലപാടെന്നത് യുദ്ധം എന്നത് വലുതാകാൻ പാടില്ല. ഇസ്രായേലിനും ഹമാസിനും ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം എന്നത് ആ ഒരു ചെറിയ ഭാഗത്തിനുള്ളിൽ തന്നെ നിൽക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് വലുതായി മാറുകയോ അല്ലെങ്കിൽ മുഴുവൻ അറബ് നാടുകളെയും മധ്യകിഴക്കിലുള്ള എല്ലാ നാടുകളെയും ഈ യുദ്ധത്തിലേക്ക് വലിച്ചിടുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ല. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഈ കുറ്റാരോപണമെല്ലാം ഇറാന്റെ സങ്കല്പം മാത്രമാണ്. ഇതിന് ശരിയായ തെളിവുകൾ പോലും അവർക്കില്ല, അവർക്ക് ശരിയായ മറുപടി പോലും ഇല്ല എന്ന്, ഞങ്ങൾക്കും ഇതിനും യാതൊരു ബന്ധവുമില്ല എന്ന് അമേരിക്കയും പറഞ്ഞു. പക്ഷെ സത്യത്തിൽ ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ അതിനുള്ള എല്ലാ കഴിവുകളും അമേരിക്കയ്ക്കുണ്ട്. പക്ഷേ അതവർ തടയില്ല. വീണ്ടും ആയുധങ്ങൾ നൽകി ഈ ഒരു യുദ്ധത്തെ വലുതാക്കും. അവരുടെ താല്പര്യം അവസാനിക്കുന്നത് വരെയും അത് നടത്തും എന്നതല്ലാതെ മറ്റു നാടുകളെയും അകത്തേക്ക് വരാൻ അനുവദിക്കില്ല. അങ്ങനെ അകത്തേക്ക് വന്നാലും അവർ ഇസ്രായേലിനെ തൊടാത്ത രീതിയിലുള്ള ജോലിയായിരിക്കും അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തികൾ ഈ 3 സംഘടനയും ചേർന്ന് ഇറാനിൽ ഒരു അടിയന്തര മീറ്റിംഗ് നടത്തുന്നു. ഇസ്രായേലിനെതിരായ ഒരു മറുപടി എങ്ങനെ നൽകാം? ഒരേ സമയം ഈ 3 ഗ്രൂപ്പുകളും ചേർന്ന് ഇസ്രായേലിനെ ആക്രമിച്ചാൽ അതിന്റെ ഫലം എങ്ങനെയായിരിക്കും? ഇസ്രായേലിന് നമ്മൾ നൽകുന്ന ആക്രമണം തടയാൻ കഴിയുമോ എന്ന് ഇവരെല്ലാവരും ഒരു ചർച്ച നടത്താൻ പോകുന്നു. അത് അവസാനിച്ചതിന് ശേഷമായിരിക്കും ഈ ആക്രമണം എങ്ങനെ നടത്താൻ പോകുന്നു, ഇറാൻ എങ്ങനെ പദ്ധതിയിടാൻ പോകുന്നു എന്നുള്ളത് ഈ ലോകത്തിന് മനസ്സിലാവുക. ഇപ്പോൾ ഇറാനിൽ പുതിയ ഒരു പ്രസിഡന്റ് വന്നു. നേരത്തെ ഉണ്ടായിരുന്ന പ്രസിഡന്റിന്റെ നേതൃത്വത്തിലായിരുന്നു ഇസ്രായേലിൽ വലിയൊരു റോക്കറ്റ് ആക്രമണം നടത്തിയത്. ഇപ്പോൾ ഇദ്ദേഹം പുതുതായി ഒരു പൊളിറ്റിക്കൽ ഫിഗറായി അകത്തേക്ക് വന്നു. നേരത്തെ രാഷ്ട്രീയത്തിൽ ഉണ്ട് എങ്കിലും പ്രസിഡന്റ് എന്ന പദവിയിൽ ഇപ്പോൾ പുതിയതായി വന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ, അദ്ദേഹത്തിന്റെ ഇമേജ് ഇറാനുള്ളിൽ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യമായി ഇതിനെ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും കഴിഞ്ഞ തവണ സംഭവിച്ചതിനേക്കാളും വളരെ പ്രധാനപ്പെട്ട സിവിയർ റെസ്പോൺസ് ആയിരിക്കും ഇസ്രായേലിന് നൽകുന്നത്. കാരണം ഇസ്രായേലിനെ ആക്രമിക്കുക എന്നുള്ളത് ഇറാന് വലിയ കാര്യമാണ്. ഇസ്രായേൽ ഇറാനുള്ളിൽ പോയി ആക്രമണം നടത്തുന്നു, അത് ഇസ്രായേലിന് വലിയ കാര്യമല്ലായിരിക്കാം. മൊസാദിനും അതൊരു വലിയ കാര്യമേ അല്ലായിരിക്കാം. എന്നാൽ ഹൈലി ഫോർട്ടിഫൈഡ്, കൂടുതൽ സംരക്ഷണം നൽകിയിട്ടുള്ള ഒരു നഗരത്തിൽ ആക്രമണം നടത്തുക എന്നുള്ളത് ഇറാന് വലിയ കാര്യമാണ്. അങ്ങനെ അവർ ചിന്തിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇസ്രായേലിന് ഇറാന്റെ മറുപടി കാത്തിരിക്കുകയാണ്.
ഇപ്പോൾ ഇറാൻ, ഹിസ്ബുള്ള, ഹമാസ് ഇവരുടെ എല്ലാം ഭീഷണിക്ക് ഭയന്നുകൊണ്ട് ഇസ്രായേൽ അവരുടെ പ്രൊട്ടക്ഷൻ വീണ്ടും അധികമാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇസ്രായേൽ മുഴുവനും പ്രധാനമായും തലസ്ഥാനത്തെ ചുറ്റി നോർത്തേൺ ബോർഡേഴ്സിലും കൂടുതൽ സെക്യൂരിറ്റി ടൈറ്റ് ചെയ്തിട്ടുണ്ട്. സുരക്ഷ എന്നത് പല മടങ്ങ് ബലം പ്രാപിച്ചിട്ടുണ്ട്. പാരീസിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒളിമ്പിക് ഈവന്റിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിലെ കായിക താരങ്ങൾക്കും അതിതീവ്ര സുരക്ഷ എന്നത് ഇന്നലെ മുതൽ നൽകിയിട്ടുണ്ട്. കാരണം ഇസ്രായേലിനുള്ളിൽ ഒരു ടാർഗറ്റിനെ ന്യൂട്രലൈസ് ചെയ്യുക എന്നതിനേക്കാളും പുറത്തുള്ള ഇസ്രായേലിന്റെ ആളുകൾ, ഇസ്രായേലിലെ ഒരുപാട് സൈനികരും അവിടെ ഉണ്ടാകും. അവരെ ലക്ഷ്യം വയ്ക്കുക എന്നുള്ളത് ഇറാൻ ഒരു സാധാരണ കാര്യമാണ്. അതിനാൽ അവർക്കും ചേർത്ത് ആ ഒരു സുരക്ഷ അധികമാക്കിയിട്ടുണ്ട്. ഇപ്പൊ മറ്റൊരു കാര്യം കൺഫേം ആയിട്ടുണ്ട്. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ കമാൻഡന്റ് അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഇസ്രായേൽ അയാളെ കൊന്നു എന്ന് പറഞ്ഞാലും ഹിസ്ബുള്ള ഔദ്യോഗികമായി അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ഇപ്പൊ ഹിസ്ബുള്ളയും ഒരു കാര്യം പറഞ്ഞു, ഞങ്ങളുടെ പ്രധാനപ്പെട്ട കമാൻഡറെ ഈ ഒരു ആക്രമണത്തിൽ ഞങ്ങൾ ഇസ്രായേലിന് ബലി കൊടുത്തു. എന്നാൽ ഇതൊന്നിനും ഉത്തരം കിട്ടാതാവുകയില്ല. എത്രയും പെട്ടെന്ന് ഇതിനുള്ള ഉത്തരം വടക്കൻ ഭാഗങ്ങളിൽ ഇസ്രായേലിന് ഞങ്ങൾ കൊടുക്കും. ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട പൊസിഷൻ കോർഡിനേറ്റ്സ് ഞങ്ങളുടെ പക്കലുണ്ട്. അതിനെ ലക്ഷ്യം വെച്ച് ഞങ്ങളുടെ മിസൈൽസും തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ ഇസ്രായേൽ തയ്യാറായിരിക്കുക. ഞങ്ങളുടെ ആക്രമണം എപ്പോ വേണമെങ്കിലും നടക്കുമെന്ന് ഇസ്രായേലിന് ഹിസ്ബുള്ള ഒരു മുന്നറിയിപ്പ് നൽകി. ഈ സമയത്ത് തുർക്കിയിലെ നേതാവ് മറ്റൊരു കാര്യം പറഞ്ഞു, എന്റെ സഹോദരനെ ഈ ഒരു ആക്രമണത്തിൽ ഞാൻ നഷ്ടപ്പെടുത്തി. ഹമാസിന്റെ നേതാവിനെ കൊന്നതിനെ കുറിച്ചാണ് പറയുന്നത്. എന്റെ സഹോദരന് നേരെ ഇസ്രായേൽ ഒരു ആക്രമണം നടത്തി. അറബ് നാടുകളും മുസ്ലിം നാടുകളും അവരുടെ ഒരുമ കാണിക്കേണ്ട സമയമെത്തി. ഇസ്രായേലിനെതിരെ എല്ലാ നാടുകളും ഒരുമിച്ച് ചേരുക എന്ന് തുർക്കിയിലെ നേതാവ് എർഡോഗൻ ഒരു ക്ഷണം കൊടുത്തു. എന്നാൽ ഇദ്ദേഹത്തിന്റെ ക്ഷണം സ്വീകരിച്ച് എല്ലാ നാടുകളും ഒരുമിച്ച് കൂടുമോ, അവർ ഇസ്രായേലിനെതിരെ നിൽക്കുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. നിങ്ങൾക്ക് അതിന്റെ ഉത്തരം അറിയാമെങ്കിൽ കമന്റിൽ പറയുക. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റിൽ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.